നമുക്ക് കേൾക്കാം DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പ്രതികരണം. CPM-നെ സംബന്ധിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരെ പേരിൽ കുറ്റം ചുമത്തി കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിടുക, ഇതൊക്കെ അല്ലേ അവരുടെ പണി ഇപ്പോൾ സ്ഥിരമായിട്ട്. ആ കൂടുതൽ ഞങ്ങളും ഇതിൽ പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിലൊരു ഇടപാടുമായിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരുണ്ട്, വേറെ കുറേ ആൾക്കാരെ പേരുമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഇതിൽ കക്ഷിയാകേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇടപാട് പോലും നടത്തിയിട്ടില്ല. അങ്ങനെ എൻ്റെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തനാണ്, ട്രഷററാണ്. എന്നാൽ എന്നോട് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സൂചിപ്പിക്കണം, പറയണം. ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ ചെയ്യുക? കാര്യത്തിൽ ഒരു കത്ത് എഴുതി വെച്ചതിൻ്റെ പേരിൽ ഇപ്പം ഞാനും അതിൽ ബലിയാടാകുക. 54 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു നേതാക്കൾക്കും അറിയാൻ പറ്റില്ല ഒരു റുപ്യ അപ്പച്ച വാങ്ങിയെന്ന് ആരും പറയില്ല. എൻ്റെ സ്വത്തും എൻ്റെ ഭൂമിയും മറ്റു സാധനങ്ങളൊക്കെ വിറ്റിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ആൾക്കാരൊക്കെ അറിയാം കാര്യങ്ങളൊക്കെ. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. എനിക്ക് വലിയ സമ്പത്തുമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല. ഞാൻ നിയമപരമായി നേരിടും. നേരിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട മരിക്കുന്ന ആൾക്കാർ ഇടപെട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലാതെ വരാൻ വഴി. ഇന്നലെ അവർ നമ്മുടെ കമ്മീഷൻ്റെ ആൾക്കാർ 4 ആൾക്കാർ വന്നു, കണ്ടു, സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടു, അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർ പറയുകയും ചെയ്തതാണ്. ആ പറയുന്ന സാഹചര്യത്തിൽ പിന്നീട് അതിന് മുകളിൽ വേറെ ഒരു നമ്മുടെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിലേക്ക് ഗവൺമെന്റ് പോകുന്ന സമീപനം എടുക്കുകയാണെങ്കിൽ പ്രയാസമില്ല. ഒക്കെ ആണ് വിജയന്റെ കുടുംബത്തിനൊപ്പം തന്നെ പാർട്ടി. അന്നേരം അവർ വന്ന 4 ആൾക്കാരും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അവർ പറയുകയും ചെയ്തു, ഞങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്ന പാർട്ടിയിൽ ഞങ്ങളുണ്ടാവുള്ളൂ, വേറൊരു പാർട്ടി ഞങ്ങൾ മാറിപ്പോവില്ല. അതിന് വേറെ പ്രലോഭനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾ എന്തായാലും വീഴാൻ പോകുന്നില്ല. ഇത്തരം കാര്യത്തിൽ നിയമമായി പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലാത്ത ഒരു കേസ് കെട്ടിച്ചമച്ച് നമ്മളെയൊക്കെ പ്രതിയാക്കുക. എൻ്റെ പൊതുജീവിതം 54 വർഷക്കാലം നഷ്ടപ്പെട്ടത്. ഈ 54 വർഷത്തിനിടയ്ക്ക് ഒരു ഓട്ടോമുക്കാൽ ഞാൻ വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞില്ല ഒരാൾ ഒരു കാര്യത്തിലും. അപ്പം അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ എൻ്റെ ഈ അവസാനത്തെ കാലഘട്ടത്തിൽ ഞാനത് എന്നെ മോശമാക്കാൻ ഞാൻ നിൽക്കൂ? ഒരു വിവരമില്ല. എനിക്ക് ഞാനായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇത് ഒരു കാര്യമില്ല. DCC പ്രസിഡന്റ് ND അപ്പച്ചനെയും ഇപ്പോൾ പ്രതിചേർത്തിരിക്കുകയാണ്. റഹീസ് റഷീദിനോടാണ് പ്രതികരിച്ചത്. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, മോർണിംഗ്. ND അപ്പച്ചൻ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നാണ്, നിയമപരമായി നേരിടും. അതേസമയം പാർട്ടി ND അപ്പച്ചനൊപ്പം ഉണ്ട് എന്നാണ് ND അപ്പച്ചന്റെ ആത്മവിശ്വാസവും. താൻ ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്ന് പേര് പറയുമ്പോഴും കത്തിൽ തന്നെ പേര് വന്നു എന്ന് ND അപ്പച്ചൻ സമ്മതിക്കുന്നുണ്ട്, അല്ലേ റഹീസ് റഷീദ്? യെസ്, അത് തന്നെയാണ് ND അപ്പച്ചൻ പറയുന്നത്. കത്തിൽ തൻ്റെ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം തന്നെ ബലിയാടാക്കാൻ കഴിയില്ല, അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രേരിതമായി തനിക്കും IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റിനുമെതിരെയൊക്കെ കേസെടുത്തത് എന്ന വാദമാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ ND അപ്പച്ചൻ ഉയർത്തുന്നത്. താൻ ഒരു രൂപ പോലും വഴിവിട്ട് സമ്പാദിച്ച ഒരു രാഷ്ട്രീയക്കാരനല്ല. എൻ്റെ ചരിത്രം നോക്കിയാൽ അക്കാര്യം മനസ്സിലാകും. അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയുമാണ് CPM ഇപ്പോൾ സ്ഥിരമായി ചെയ്യുന്നൊരു പണി. അതാണ് തനിക്കെതിരെയും മറ്റു നേതാക്കൾക്കെതിരെയും എടുത്തത് എന്നതാണ് ND അപ്പച്ചൻ്റെ വാദം. KPCC ഓഫീസിലാണ് ND അപ്പച്ചൻ ഇപ്പോൾ ഉള്ളത്. മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം KPCC പ്രസിഡന്റ് K സുധാകരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇപ്പോൾ സുധാകരൻ്റെ KPCC ഓഫീസിലെ മുറിയിലാണ് ഇപ്പോൾ 2 പേരും ഉള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്പസമയത്തിനകം IC ബാലകൃഷ്ണൻ MLAയും കൂടി KPCC ഓഫീസിലെത്തും. ഇന്ന് വൈകുന്നേരം കോൺഗ്രസിൻ്റെ ചില യോഗങ്ങൾ KPCC ഓഫീസിൽ നടക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് നേതാക്കൾ ഇവിടെ എത്തിയത്. രാവിലെ ഒരു പരിപാടിയുമുണ്ട്. ആ പരിപാടിയിൽ K സുധാകരനും AK ആൻ്റണിയുമൊക്കെ പങ്കെടുക്കും. AK ആൻ്റണി അല്പസമയം മുമ്പ് KPCC ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രസംഗിക്കുന്നത് നിങ്ങൾ എടുക്കൂ എന്നാണ് പറഞ്ഞത്. ഇതേക്കുറിച്ച് അദ്ദേഹം അവിടെ പറയും എന്നാണ് കരുതുന്നത്. IC ബാലകൃഷ്ണൻ വരുന്നത് പ്രതീക്ഷിച്ചിവിടെ നേതാക്കളും മറ്റും നിൽക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് MLA ഹോസ്റ്റലിലാണ് അദ്ദേഹം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം KPCC ഓഫീസിലേക്ക് IC ബാലകൃഷ്ണൻ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേസിനെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സാധാരണ ഇത്തരം ഒരു കേസുകൾ വരുമ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കളും എടുക്കുന്ന നിലപാട് തന്നെയാണ് ND അപ്പച്ചനും എടുത്തിരിക്കുന്നത്. തനിക്കിതിൽ ഒരു പങ്കുമില്ല,
കത്തിൽ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം തന്നെ ബലിയാടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന വാദം ആവർത്തിച്ച് ഉന്നയിക്കുന്നു. ഒപ്പം ഒരു തരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാരനായി വർഷങ്ങളായി നിൽക്കുന്ന താൻ ഒരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ ആളല്ല.